നമസ്കാരം. കേരള ബി ജെ പി വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നുള്ളത്. അതായത് സംസ്ഥാന സമിതി അംഗം വെള്ളനാട് കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം CPM-ലേക്ക് ഒരു സുപ്രഭാത നിമിഷത്തിൽ കടന്നു പോവുകയും പിന്നെ അതിനുശേഷം പത്തനംതിട്ട യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സിബി സാം തോട്ടത്തിലും പെട്ടെന്നൊരു സുപ്രഭാത നിമിഷത്തിൽ BJP-യിലേക്ക് കടന്നുപോയപ്പോൾ BJP ആകെ ആടിയുലയുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത ഒരവസ്ഥയിലാണ്. പബ്ലിക് കേരള ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണ് BJP-നകത്തെ RSSന്റെ ഇടപെടലിനെ കുറിച്ച്. ഈ RSSന്റെ ഇടപെടലുകൾ ഈ പറഞ്ഞ നേതാക്കന്മാരെ വലിയ രീതിയിൽ തന്നെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. RSSന്റെ ശബരിമല വിഷയത്തിലെ നിലപാടുകൾ, ആ നിലപാടുകൾ BJP നേതൃത്വം വഴി അണികളിലേക്ക് എത്തിച്ചു കൊടുത്ത് അത് കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന RSSന്റെ തീരുമാനങ്ങൾ അത് പാളിപ്പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എന്നാൽ അതേ ഒരു സൂചന തന്നെയാണ് ഇപ്പോഴും ശബരിമല വിഷയത്തിലെ നിലപാടുകളിലേക്ക് RSS കടന്നു ചെന്ന് RSSന്റേതായിട്ടുള്ള തീവ്ര നിലപാടുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും മാധ്യമങ്ങളെ ഉപയോഗിച്ച് അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തി ജനങ്ങളിലേക്ക് വിശ്വാസം മുറുകെ പിടിക്കാനുള്ള ഊർജം നൽകാനുള്ള RSSന്റെ ശ്രമമായിരുന്നു BJP നടത്തിയത്. എന്നാൽ ഈ ശ്രമം പാടെ കേരളത്തിലും തകർന്നുപോയി. ദേശീയതലത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. എന്നാൽ കേരളത്തിലുള്ള RSSന്റെ തന്ത്രവും തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കാണപ്പെട്ടത്. അതായത് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സിബി സാം തോട്ടത്തില് BJP-ന്റെ അകത്ത് നല്ലൊരു പ്രവർത്തകനായിരുന്നു. അവരുമായി സഹകരിച്ചു പോയിരുന്ന ഒരാളായിരുന്നു. എന്നാൽ പെട്ടെന്ന് ശബരിമല വിഷയത്തിലെ ചില നിലപാടുകൾക്ക് എതിരെ നിൽക്കേണ്ട ഒരു സാഹചര്യം കണ്ടുവന്നു. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല വിഷയം നേട്ടമുണ്ടാക്കാൻ എന്ന് കരുതി ആ രീതിയിൽ ശബരിമല വിഷയം ഉപയോഗിക്കുകയും ആ രീതിയിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് ശബരിമല വിഷയത്തിൽ നേട്ടമുണ്ടാക്കുന്നതിന്റെ ഭാഗമായി ശ്രീധരൻ പിള്ളയടക്കം ചില പരിഹാസ രീതിയിൽ ശബരിമല വിഷയത്തെ ഉപയോഗിച്ചിരുന്നു. അതിലെടുത്ത് പറയേണ്ടതാണ് MM ലോറൻസിന്റെ മകൻ, +2-ൽ പഠിക്കുന്ന MM ലോറൻസിന്റെ മകനെ സമരപന്തലിൽ കൊണ്ടുവന്ന് ഇതാണ് ഞങ്ങളുടെ നീക്കമെന്നും സമരപന്തലിലേക്ക് MM ലോറൻസിന്റെ മകൻ കടന്നു വന്നതോടുകൂടി CPM-ൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ ഇനി BJP-യിലേക്ക് എന്ന് പ്രഖ്യാപിക്കുകയും MM ലോറൻസിന്റെ മകന്റെ കൈ പിടിച്ച് ആഹ്വാനം ചെയ്യുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ശ്രീധരൻ പിള്ളയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകി. ശ്രീധരൻ പിള്ളയുടെ ഇത്തരം നീക്കങ്ങൾ വിവേകവും ബുദ്ധിയുമുള്ള പ്രവർത്തകർ നല്ല ചിന്താഗതിയോടെ അത് വീക്ഷിച്ചു കാണുകയും ഈ തീരുമാനങ്ങളിൽ എവിടെയൊക്കെയോ ആയി പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നും ശബരിമല വിഷയം രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് വിശ്വാസികളെ മുൻനിർത്തി നേട്ടം കൊയ്യാൻ ഇവർ ശ്രമിക്കുന്നുവെന്ന ആരോപണവും കടന്നു വന്നതോടുകൂടി സത്യം പറഞ്ഞാൽ BJP-ക്ക് പാളിപ്പോവുകയായിരുന്നു. ഇനി BJP-ക്ക് അടുത്ത തിരിച്ചടി ഇതായിരുന്നു. അതായത് CK പത്മനാഭന്റെ സമരപന്തലിന് മുമ്പിൽ വേണുഗോപാലൻ വന്ന് ആത്മഹത്യ ചെയ്തതും ഇതൊക്കെ രാഷ്ട്രീയ ലാഭമായി ഉപയോഗിച്ച് ശബരിമല അയ്യപ്പന് വേണ്ടിയാണ് ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർത്തി ഒരു സുപ്രഭാത നിമിഷത്തിൽ ഹർത്താൽ ഉണ്ടാക്കിയപ്പോൾ ഈ ഹർത്താൽ BJP-ക്കകത്ത് ശക്തമായ രീതിയിലുള്ള, അതായത് ചെറിയ തോതിലൊന്നുമല്ല, ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം BJP-ക്കകത്ത് ഉണ്ടാക്കുകയും ഈ പ്രതിഷേധം വിശ്വാസികൾക്കിടയിലും ഹൈന്ദവ മത വിശ്വാസികൾക്കിടയിലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഈ ഒരു വികാരം ആളിക്കത്തുകയും BJP-ക്കെതിരെയുള്ള ഒരു വികാരമായി അത് മാറുകയും ചെയ്തു. കാരണം തുടർച്ചയായിട്ടുള്ള ഹർത്താലുകളൊക്കെ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സമ്മാനിച്ചിരുന്നു. എന്നാൽ ഈ ഹർത്താലിന് പിന്നിൽ പോലും RSSന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു, RSSന്റെ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ RSSന്റെ നീക്കങ്ങൾ BJP-യെ പാടെ തകർക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. എന്നാൽ ഇതേ RSSന്റെ 2014 മുമ്പുള്ള നീക്കങ്ങളൊക്കെ വിജയകരമായി ഫലിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴുള്ള നീക്കങ്ങളൊക്കെ പാടെ തകർന്നു പോകുന്നു. ഇത് സംബന്ധിച്ച് വ്യക്തമായി ഇന്നലെ പറഞ്ഞിരുന്നു. ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിലും ഇതേ അവസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അപ്പുറം, സംസ്ഥാന സമിതി അംഗത്തിനപ്പുറം ഒരു വലിയ BJP-യിലുള്ള ഒരു വലിയ പ്രവർത്തകരും നേതാക്കന്മാരും CPM-ലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള
രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. അതായത് ശബരിമല വിഷയത്തിലെ നടപടികളൊക്കെ ചോദ്യം ചെയ്യേണ്ട നടപടികൾ വിശ്വാസികളെയും പ്രവർത്തകരെയും മുന്നിൽ നിർത്തി കളിക്കുന്ന RSSന്റെ നാടകമാണ്. അതിന് വേദിയായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് BJP ആണെന്ന ഒരു ഉറച്ച വിശ്വാസം, ആ ഒരു ചിന്താഗതി പ്രവർത്തകരിലേക്ക് കടന്നു വന്നതോടുകൂടി വലിയ ഒരു പ്രവർത്തകരും നേതാക്കന്മാരും അടങ്ങുന്ന ഒരു സംഘം, കൃത്യമായി പറഞ്ഞാൽ ഒരു വലിയ സംഘം CPM-ലേക്ക് പോകുന്ന കുറച്ച് വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതായത് ശ്രീധരൻ പിള്ളയുടെ പല കാര്യങ്ങളും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശ്രീധരൻ പിള്ളയുടെ ഈ പോക്കാണ് മുൻപോട്ടെങ്കിൽ BJP തകർന്നു പോകും. കെ സുരേന്ദ്രന്റെ നീക്കങ്ങൾ, കെ സുരേന്ദ്രൻ ഇരുമുടിക്കെട്ട് താഴെയിടുന്ന ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു. അപ്പോഴൊക്കെ യഥാർത്ഥ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു CPM-നെ തളർത്താനുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു യുദ്ധമായിട്ടാണ് അവർ ശബരിമല വിഷയം കണ്ടിട്ടുള്ളത്. വിശ്വാസികളെ മുൻനിർത്തിയിട്ടുള്ള ഒരു നേട്ടം കൊയ്യലാണ് അവർ കണ്ടിട്ടുള്ളത് എന്നുള്ള ഒരു വിശ്വാസവും ആ ചിന്താഗതിയും കടന്നു വന്നതോടുകൂടിയാണ് ഈ കടന്നുപോക്ക്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.